രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. രാധയുടെ പ്രണയം 115ാമത്തെ എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. ഈ 115 എപ്പിസോഡുകൾ പൂർത്തിയാക്കാൻ എനിക്ക് ആയുരാരോഗ്യ സൗഖ്യം തന്ന എൻ്റെ രാധാറാണി അമ്മയ്ക്കും ഭഗവാൻ ശ്രീകൃഷ്ണനും ഇത് 115 എപ്പിസോഡും കാണാനുള്ള അപൂർവങ്ങളിൽ അത്യപൂർവമായ ഭാഗ്യം നൽകിയ രാധേ രാധേ എന്ന പ്രേക്ഷകർക്ക് ആയുസ്സും ആരോഗ്യവും നൽകിയ എൻ്റെ രാധാറാണി അമ്മയ്ക്കും എൻ്റെ ശ്രീകൃഷ്ണ ഭഗവാനും കോടി 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 നമസ്കാരം. ഓർമ്മിക്കുക, എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ് ഉണ്ട്. ചൊവ്വാഴ്ചയാണ് രാധയുടെ പ്രണയം. വ്യാഴാഴ്ച ദിവസം 12 മണിക്ക് അഷ്ടപതിയുടെ ക്ലാസ് ഉണ്ട്. അതായത് രാധയുടെ പ്രണയം കാണുന്നവർ ഒരു കാരണവശാലും വ്യാഴാഴ്ചത്തെ അഷ്ടപതിയുടെ ക്ലാസ് മുടക്കരുത്. നിങ്ങൾക്കത് മനസ്സിലാകില്ല ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന്. അതിൻ്റെ പ്രയോജനം വളരെ വലുതാണ്. നിങ്ങൾ രാധയുടെ പ്രണയവും അഷ്ടപതിയും കാണണം. അഷ്ടപതി നിങ്ങൾ കേൾക്കാതിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ കാണിക്കുന്ന ഏറ്റവും വലിയ മണ്ടത്തരമായിരിക്കുമെന്ന് അറിയുന്നത് പ്രാണൻ പോയി കഴിഞ്ഞതിന് ശേഷമായിരിക്കും. മരിച്ചു കഴിഞ്ഞതിന് ശേഷമായിരിക്കും അഷ്ടപതി കേൾക്കാത്തതിൻ്റെ ദോഷങ്ങൾ വരെ എന്താണെന്ന് അറിയുന്നത്. കാരണം ഒരാൾ പല ആവർത്തി പറഞ്ഞ് തന്നിട്ടും, ഒരാൾ വീഡിയോ കാണാൻ വേണ്ടിയൊന്നും പറയുന്ന അല്ല, അങ്ങനെ പറയുന്ന ഒരാളുമല്ല ഞാൻ. മോക്ഷം കിട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാ വെള്ളിയാഴ്ചയും ധർമ്മപദത്തിൻ്റെ ക്ലാസ് ഉണ്ട്, നിങ്ങൾ അത് കേൾക്കുക. ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഉണ്ട്. അതേ കണക്ക് ജ്യോതിഷം, ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം. അതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. 9645339999 വിളിച്ചാൽ മതി. പിന്നെ നിങ്ങൾക്ക് അഷ്ടാവക്ര ഗീത പ്ലേലിസ്റ്റിൽ നിന്നിട്ട് കിട്ടും, ഹിന്ദുക്കൾ അറിയേണ്ടവ കിട്ടും. അങ്ങനെ നിരവധി കാര്യങ്ങൾ അതിനകത്ത് നിന്ന് കിട്ടും. നിങ്ങൾ പ്ലേലിസ്റ്റ് എടുക്കുക. ജനറൽ എന്ന ഐറ്റത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് കൊച്ചു വീഡിയോസുകൾ കിട്ടുന്നതാണ്. അപ്പം നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം രാധായേ സ്വാഹ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധാവല്ലഭായ സ്വാഹ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ
ബർസാനെ വാലി രാധാറാണിക്ക് വിളിച്ചോ ജയ്. എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. അതുപോലെ കഠിന കൃഷ്ണഭക്തനായ ഞാനെങ്ങനെ രാധാഭക്തനായ എന്ന വീഡിയോ, പിന്നെ രാധാ സഹസ്രനാമം ജപിച്ചാൽ എന്നൊരു വീഡിയോ ഉണ്ട്. അതിലെ ഒരു പദം പോലും ജപിച്ചാൽ രാധാ കവചത്തിൻ്റെ ക്ലാസ് ഉണ്ട്. രാധയെ പൂജിച്ചാൽ എന്ന വീഡിയോ നിങ്ങളത് നിശ്ചയമായും കേൾക്കണം. ഇതാ നാളത്തെ ദിവസം നമ്മൾ കൃഷ്ണപ്രിയ അതിമനോഹരമായി പാടിയ രാധാ കവചം 2ാം ഭാഗം, ആ 2ാം ഭാഗത്തിൻ്റെ ക്ലാസ് ഉണ്ട്. നിങ്ങൾ നിശ്ചയമായിട്ടും അത് കേൾക്കണേ. നാളത്തെ ദിവസം 12 മണിയാകുമ്പോൾ രാധാ കവചത്തിൻ്റെ ക്ലാസ് ഉണ്ടായിരിക്കും. കൃഷ്ണപ്രിയയാണ് അത് പാടി തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നിങ്ങൾ കണ്ടു, രാധാകൃഷ്ണന്മാരുടെ വിശ്വരൂപങ്ങൾ കണ്ടു. അപ്പോൾ പിന്നീടൊന്നും വിശാഖയ്ക്ക് ഓർമ്മയില്ല. വിശാഖ കണ്ണുകൾ തുറന്നു. വിശാഖ കണ്ണുകൾ തുറന്നപ്പോൾ കാണാം, താൻ ആരുടെ മടിയിൽ കിടക്കുകയാണ്? ഏകാനാംശയുടെ മടിയിൽ കിടക്കുകയാണ്. രാധാകുണ്ടിന് സമീപമായിട്ട് ഏകാനാംശയുടെ മടിയിൽ കിടക്കുകയാണ്. അതെ, വിശാഖയ്ക്ക് താൻ കണ്ടത് സത്യമാണോ, താൻ കണ്ടത് സ്വപ്നമാണോ, ഒന്നും അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ വിശാഖ ഏകാനാംശയോട് ചോദിച്ചു, ഞാനിതെന്താണ്, ഞാനിത് എവിടെയാണ്? ഏകാനാംശ പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, നീ ഇപ്പോൾ എൻ്റെ മടിയിലാണ് കിടക്കുന്നത്. അപ്പോൾ വിശാഖ എഴുന്നേക്കാൻ പോയി. അപ്പോൾ ഏകാനാംശ പിടിച്ചു കിടത്തിയിട്ട് പറഞ്ഞു, അല്പനേരം കൂടെ നീ കിടക്കൂ. അപ്പോൾ പറഞ്ഞു ഏകാനാംശേ, ഞാൻ എന്തൊക്കെയോ കണ്ടു. അത് മായക്കാഴ്ചകളാണോ അതോ സത്യമാണോ? ഞാൻ രാധാകൃഷ്ണന്മാരുടെ വിശ്വരൂപം കണ്ടു. രാധാറാണി ഒരു വലിയ യാത്രയ്ക്ക് പോകുന്നു, ഞാൻ കൂടെ പോകണമെന്ന് പറഞ്ഞു. ഞാൻ ഒരുപാട് കാര്യങ്ങൾ കണ്ടു. ഇത് സത്യമാണോ? എനിക്ക് തന്നെ ഒന്നും പിടികിട്ടുന്നില്ല. ഏകാനാംശ പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, നീ എന്തൊക്കെ കണ്ടോ അത് മുഴുവനും സത്യമാകുന്നു വിശാഖേ. അപ്പൊ വിശാഖ അത്ഭുതപ്പെട്ടു, അത് ഏകാനാംശക്ക് എങ്ങനെ അറിയാം? ഏകാനാംശ വീണ്ടും പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, എന്നെ ഇവിടേക്ക് വിട്ടത് സാക്ഷാൽ രാധാറാണിയാണെന്ന സത്യം നീ അറിയുക. ഞാൻ രാധാറാണിയുടെ അടുക്കലെത്തിയപ്പോൾ രാധാറാണി എന്നെ വന്ന് ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞു, ഏകാനാംശേ, നിനക്ക് ഞാൻ ആരാണെന്നും കൃഷ്ണൻ ആരാണെന്നും ഞാനും കൃഷ്ണനും എന്താണെന്നും അറിയാനുള്ള സമയമായി. ഈ ജന്മം നീ കൃഷ്ണന്റെ സഹോദരിയായി വന്ന് പിറന്നത് തന്നെ നിന്റെ ജന്മാന്തരങ്ങളായുള്ള പുണ്യങ്ങളുടെ ഫലമായിട്ടാണ്. ഏകാനാംശേ, നിനക്ക് രാധാകൃഷ്ണന്മാരുടെ വിശ്വരൂപ ദർശനത്തിന് സമയമായി. അതിനു മുമ്പ് ഒരു കാര്യവും കൂടിയുണ്ട്. വിശാഖ, അവൾ എനിക്ക് തുണയായി എന്നോടൊപ്പം വരേണ്ടവളാണ്. അവൾക്കും ഞാൻ ആരാണെന്ന് ഉത്തമ ബോധ്യമാക്കണം. വൃന്ദാവനത്തിലെ വെറും ഒരു രാധയാണ് ഞാൻ, വൃഷഭാനുവിൻ്റെ മകൾ രാധയാണ് ഞാൻ എന്ന് കരുതിയാൽ എന്നോടൊപ്പം തുണ വരാൻ അവൾക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ നീ ഒരു കാര്യം ചെയ്യണം. നീ ആ രാധാകുണ്ടിലേക്ക് ചെല്ലുക. ചെന്നിട്ട് അവളെയും കൂട്ടി ഗോലോകത്തേക്ക് പോവുക. ഏകാനാംശ അമ്പരന്നിങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, രാധാറാണി, ആ കൃഷ്ണൻ രാധാറാണിക്ക് സമ്മാനിച്ച ഓടക്കുഴലെടുത്തു. ആ ഓടക്കുഴലെടുത്ത് എൻ്റെ ശിരസ് മുതൽ പാദം വരെ ഒഴിഞ്ഞു. അതേ വിശാഖേ, അത്ഭുതം, ഞാൻ മറ്റൊരാളായി മാറി, ഞാൻ മറ്റൊരു സ്ത്രീയായി മാറി. അതിനുശേഷം രാധാറാണി തൻ്റെ ചൂണ്ടുവിരല് എൻ്റെ പിരികത്തിൻ്റെ ഇടയിലേക്ക് ചൂണ്ടി. എനിക്കറിയില്ല, അപാരമായ ഒരു പ്രകാശം എന്നിലേക്ക് തുളച്ചു കയറുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. ഞാൻ അവിടെ നിന്ന് മറ്റൊരാളായി മാറി. ഞാൻ നടന്നു വന്നു. രാധാകുണ്ടിൽ നിന്ന് നിന്നെയും കൊണ്ടുപോയി. വിശാഖേ,
നിന്നെ കൊണ്ടുപോയ ഗോപിക ഞാനായിരുന്നു. ഏകാനാംശയ്ക്ക് ശബ്ദിക്കാൻ കഴിയുന്നില്ല, ഏകാനാംശയ്ക്ക് ശബ്ദിക്കാൻ കഴിയുന്നില്ല. ഏകാനാംശ ആ മടിയിൽ നിന്ന് എഴുന്നേറ്റ്, ഏകാനാംശയ്ക്കല്ല വിശാഖയ്ക്ക് ശബ്ദിക്കാൻ പോലും കഴിയുന്നില്ല. വിശാഖ ഏകാനാംശയുടെ മടിയിൽ നിന്ന് എഴുന്നേറ്റ് ഏകാനാംശയെ ഇങ്ങനെ നോക്കുകയാണ്. എന്നിട്ട് വിക്കി ചോദിക്കുകയാണ്, എൻ്റെ കൂടെ ഇരുന്ന ഗോപിക, എന്നെ കൊണ്ടുപോയ ഗോപിക ഏകാനാംശ നീയാണെന്നോ? ഏകാനാംശ പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, അതെ ഞാൻ തന്നെയാണ്. എന്തേ, നിനക്കെന്നെ ഒന്നുകൂടി കാണണോ? കണ്ടുകൊള്ളൂ. പെട്ടെന്ന് അവിടെ ഇരുന്നൊരു താമര പുഷ്പമെടുത്ത് തൻ്റെ ശിരസ് തൊട്ട് രാധാറാണിയെ സ്മരിച്ചുകൊണ്ടൊന്നൊഴിഞ്ഞു. അത്ഭുതപ്പെട്ടു പോയി വിശാഖ. ഇപ്പോൾ തൻ്റെ മുന്നിലിരിക്കുന്നത് ഏകാനാംശയല്ല, പിന്നെ ആരാണ്? തന്നെ ഗോലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയ ഗോപികയാണ്. ഒരു നിമിഷാർദ്ധം കഴിഞ്ഞതോടുകൂടി വീണ്ടും ഏകാനാംശയായി മാറി. അപ്പോൾ വിശാഖ പറഞ്ഞു, എന്തൊരത്ഭുതമാണിത്. നമ്മൾ രാധാറാണിയെ കണ്ടു, രാധാകൃഷ്ണന്മാരുടെ വിശ്വരൂപം കണ്ടു. ഞാൻ ഭാഗ്യവതിയാണ് അല്ലേ ഏകാനാംശേ? ഏകാനാംശ പറഞ്ഞു, എന്താണ് സംശയം? നീ ഭാഗ്യവതിയാണ്, ഞാനും ഭാഗ്യവതിയാണ്. ഞാൻ രാധാറാണിയോട് ഇടയ്ക്കൊന്ന് ചോദിച്ചിരുന്നു, നിങ്ങൾക്ക് കൃഷ്ണന് രാധയോടുള്ള പ്രണയത്തെക്കുറിച്ച്. ഈ വൃന്ദാവനത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് രാധാകൃഷ്ണന്മാരുടെ പ്രണയം, ആ പ്രണയത്തിൻ്റെ ആഴം അതെനിക്ക് മനസ്സിലാകുന്നില്ല, എനിക്കൊന്ന് വിവരിച്ചു തരുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ചോദിച്ചപ്പോൾ രാധാറാണി പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, അത് വിവരിച്ചു തരാൻ പാടാണ്. കണ്ണുകൾ കൊണ്ട് കാണുക തന്നെ വേണം. കണ്ണുകൾ കൊണ്ട് കണ്ടാൽ മാത്രമേ അത് മനസ്സിലാകൂ. ഞാൻ ആരാണ്, കൃഷ്ണൻ ആരാണ്, ഞാനും കൃഷ്ണനും തമ്മിലുള്ള പ്രണയം എന്താണ്. അങ്ങനെ ഒരു പ്രണയം ഇനി ഈ ഭൂമിയിൽ ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് നീ രാധാകുണ്ടിലെ ഞങ്ങളുടെ ലീലകൾ കണ്ടുകൊള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ വിശാഖ ചോദിച്ചു, രാധാകുണ്ടിലെ ലീലകൾ കണ്ടായിരുന്നോ? അപ്പോൾ ഏകാനാംശ പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, അതെ, നിരവധി കാഴ്ചകള്. അപ്പോൾ പറഞ്ഞു, എനിക്ക് പറഞ്ഞു തരൂ. ഞാൻ പറഞ്ഞു തരാം, ഒന്നൊന്നായി പറഞ്ഞു തരാം. ഒരു ദിവസം ശ്രീകൃഷ്ണന് രാധാറാണിയെ കണ്ടോളാൻ വയ്യ, രാധാറാണി ഇല്ലാതെ ഒരു നിമിഷം പോലും ഇരിക്കാൻ വയ്യ. അപ്പോൾ ശ്രീകൃഷ്ണൻ എന്ത് ചെയ്തു? തൻ്റെ ഓടക്കുഴലെടുത്ത് രാധയ്ക്ക് വേണ്ടി മാത്രം വായിച്ചു. ആ രാഗം മറ്റു ഗോപികമാരുടെ ആരുടെയും ചെവികളിലെത്തില്ല, നേരെ രാധയുടെ ചെവിയിലെത്തും. എന്നിട്ട് കൃഷ്ണൻ ഓടി രാധാകുണ്ടിൻ്റെ അടുക്കലേക്ക് വന്നു. രാധയെ കാത്തിരിക്കുകയാണ്. അവൾ ഇപ്പോൾ വരുമെന്ന് കാത്തിരിക്കുകയാണ്. വിശാഖേ, കൃഷ്ണന്റെ ആ പരിഭ്രമം, കൃഷ്ണന്റെ ആ പരവേശം, കൃഷ്ണന്റെ മുഖത്ത് തെളിഞ്ഞു നിൽക്കുന്ന രാധയോടുള്ള സ്നേഹം, അതേ, രാധാറാണി പറഞ്ഞത് സത്യമാണ് വിശാഖേ. അത് നമ്മൾ കാണുക തന്നെ വേണം, പറഞ്ഞറിയിക്കാൻ പാടാണ്. ആ കൃഷ്ണൻ, വിശാഖേ നീ കേട്ടുള്ളൂ, രാധാകുണ്ടിൻ്റെ അടുക്കലിരിക്കുകയാണ്. ആ രാധാകുണ്ടിലേക്ക് കൃഷ്ണൻ ഇങ്ങനെ നോക്കി. അപ്പോൾ കണ്ട കാഴ്ചകള്, ആ രാധാകുണ്ടിനകത്ത് ചക്രവാക പക്ഷികൾ ഇങ്ങനെ നടക്കുന്നു. ആ ചക്രവാക പക്ഷികളെ കണ്ടപ്പോൾ കൃഷ്ണൻ ഇങ്ങനെ പറയുകയാണ്, ഈ രാധാകുണ്ടിലെ ചക്രവാക പക്ഷികൾ, ഇത് കാണുമ്പോൾ എനിക്ക് രാധയെ നിന്റെ തടിച്ച മാറിടങ്ങൾ ഓർമ്മ വരുന്നു. ഞാൻ പരവശനായി മാറുന്നു. ഈ ചക്രവാക പക്ഷികളെ തലോടിയാൽ നിന്റെ മാറിടത്തിൽ തലോടുന്നതിൻ്റെ അതേ അനുഭൂതി ഉണ്ടാകും. രാധേ, വരൂ രാധേ, നീ വേഗം വരൂ രാധേ. ആ സമയത്ത് കൃഷ്ണൻ വീണ്ടും രാധാകുണ്ടിലേക്ക് നോക്കി. അതിലെ കാഴ്ചകൾ അത്രമേൽ പ്രിയങ്കരമാണ് കൃഷ്ണന്. അപ്പോൾ കൃഷ്ണൻ കണ്ടു വെള്ളത്തിലെ നുരകള്. ആ വെള്ളത്തിലെ നുരകള് കണ്ടപ്പോൾ കൃഷ്ണൻ പറയുകയാണ്, ഈ വെള്ളത്തിലെ നുരകൾ കാണുമ്പോൾ എൻ്റെ രാധയെ നിന്റെ കഴുത്തിലെ രത്നമാലകൾ ഓർമ്മ വരുന്നു.
ഓടിവാരാതെ ഓടിവാരാതെ, എനിക്ക് നിന്നെ കാണാതിരിക്കാൻ വയ്യ. കൃഷ്ണൻ വീണ്ടും രാധാകുണ്ടിലേക്ക് നോക്കി. അപ്പോൾ കാണാം ശക്തമായ തരംഗങ്ങൾ, ഓളങ്ങൾ. ആ ശക്തമായ ഓളങ്ങൾ കണ്ടപ്പോൾ കൃഷ്ണൻ അവിടെ ഇരുന്ന് പറയുകയാണ്, വിശാഖേ, ഇത് കാണുമ്പോൾ എനിക്ക് രാധയുടെ മാറി മാറി വരുന്ന അവസ്ഥകൾ, നമ്മൾ മൂഡെന്ന് പറയും, മൂഡ്സ്, മാറി മാറി വരുന്ന അവസ്ഥകളാണ്. ചിലപ്പോൾ നീ കോപിഷ്ഠയാണ്, ചിലപ്പോൾ നിനക്ക് പിണക്കമാണ്, ചിലപ്പോൾ നിനക്ക് പരിഭവമാണ്, ചിലപ്പോൾ നിനക്ക് എന്തോ ഒരു ലജ്ജയാണ്, ചിലപ്പോൾ എന്നെ കടിച്ചു കീറാനായിട്ട് വരും, ചിലപ്പോൾ നീ എൻ്റെ ഓടക്കുഴലെടുത്ത് വെച്ച് വായിക്കും. രാധേ രാധേ, ഈ ഓളങ്ങൾ കാണുമ്പോൾ നിന്റെ വിവിധ ഭാവങ്ങൾ ഞാൻ കാണുന്നു. ഈ രാധാകുണ്ടിൽ നിന്റെ കോപിച്ച മുഖം കാണുന്നു, കോപിച്ച് ചുണ്ടുകൾ കൂർപ്പിച്ചിരിക്കുന്ന നിന്റെ പരിഭവം കാണുന്നു, നിന്റെ ലജ്ജയിൽ കുതിർന്ന മുഖം ഞാൻ കാണുന്നു, എൻ്റെ ഓടക്കുഴലെടുത്ത് വായിക്കുന്ന മുഖം ഞാൻ കാണുന്നു. ഇതിനകത്തെ മൃദുവായ ഓളങ്ങൾ കാണുമ്പോൾ രാധേ, നിന്റെ സ്നേഹം എനിക്ക് ഓർമ്മ വരുന്നു. എൻ്റെ ഹൃദയം ആ സ്നേഹത്തിന് തുടിക്കുന്നു. രാധേ, ഞാൻ ഓടക്കുഴലെടുത്ത് വായിച്ചിട്ട് എത്ര നേരമായി, ഓടിവാരാതെ ഓടിവാരാതെ. അപ്പോൾ വിശാഖ അമ്പരന്നിരിക്കുകയാണ്. ഏകാനാംശ പറഞ്ഞു, കൃഷ്ണൻ എന്തുമാത്രം പരവശനായിരുന്നു, എന്തുമാത്രം ആ സ്നേഹം, അത് രാധാറാണിയോടുള്ള സ്നേഹം അത് എത്രമാത്രമുണ്ടെന്ന് ഞാൻ വ്യക്തമായി കണ്ടു. കൃഷ്ണനെ ഇത്ര അസ്വസ്ഥനായി ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. കൃഷ്ണനിൽ ഇങ്ങനൊരു ഭാവമുണ്ടെന്ന് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കണ്ട കൃഷ്ണൻ മധുരയിലെ കൃഷ്ണനാണ്, ഓരോ രാജാക്കന്മാരും ബഹുമാനിക്കുന്ന കൃഷ്ണൻ. ഞാൻ കണ്ട കൃഷ്ണൻ കംസനെ നിലത്തടിച്ചു കൊന്നൊക്കെ കൃഷ്ണനാണ്. ആ കൃഷ്ണന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു കാമുകനുണ്ടെന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല വിശാഖേ. എന്നു മാത്രവുമല്ല, അതിനകത്തിങ്ങനെ താമരപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നു. ആ വിരിഞ്ഞു നിൽക്കുന്ന താമരപ്പൂക്കൾ കണ്ടപ്പോൾ കൃഷ്ണൻ പറയുകയാണ്, രാധേ, ഈ താമരപ്പൂ കാണുമ്പോൾ എനിക്ക് നിന്റെ താമരപ്പൂ പോലെ മനോഹരമായ മുഖമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ആ രാധാകുണ്ടിൽ വിരിഞ്ഞു നിൽക്കുന്ന താമരപ്പൂക്കളില്ലേ, അതിനകത്ത് വണ്ടുകൾ ഇങ്ങനെ പാറിപ്പറക്കുകയാണ്. അത് കണ്ടപ്പോൾ പറയുകയാണ്, രാധേ രാധേ, ഈ കരിവണ്ടുകളെ കാണുമ്പോൾ എനിക്ക് നിന്റെ കറുത്തിരുണ്ട തലമുടികൾ ഓർമ്മ വരുന്നു. പ്രത്യേകിച്ചും നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന നിന്റെ കറുത്ത കുറുനിരകൾ. ഓർമ്മയുണ്ടോ രാധേ, ഓർമ്മയുണ്ടോ രാധേ? ഗോലോകത്തുനിന്ന് പിരിയുന്ന അവസരത്തിൽ നിന്റെ അളകങ്ങളെടുത്ത് മുമ്പിലേക്ക് ഞാൻ ഇട്ടതിന് ശേഷം ഞാൻ നിന്നോട് പറഞ്ഞിരുന്നു, രാധേ, ഞാൻ ഭൂമിയിലെത്തുമ്പോൾ നിന്നെ തിരിച്ചറിയുന്നത് ഈ മുമ്പിലേക്ക് കിടക്കുന്ന ആ കുറുനിരകളുടെ നൃത്തം കണ്ടിട്ടായിരിക്കും. എൻ്റെ രാധേ, ഈ പൂ വിരിഞ്ഞു നിൽക്കുന്ന പൂ, അതിന് ചുറ്റും വട്ടമിട്ട് പറക്കുന്ന വണ്ടുകൾ കാണുമ്പോൾ എനിക്ക് നിന്റെ നെറ്റിത്തടത്തിലേക്ക് വീണ് കിടക്കുന്ന ആ മനോഹരമായ കുറുനിരകൾ, ഓടിവാരാതെ ഓടിവാരാതെ എനിക്ക് ആ കുറുനിരകൾ തലോടി മാടി ഉതുക്കാൻ തോന്നുന്നു. വിശാഖ ശ്വാസം പിടിച്ചിരിക്കുകയാണ്. വിശാഖ പറഞ്ഞു, ഞാൻ അവരുടെ കൂടെ രാസലീലയിൽ പങ്കെടുത്തിട്ടുണ്ട്, രാധയുടെ തോഴിയായി പോയിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇതെനിക്ക് അപൂർവമാണ്. ഏകാനാംശേ, അപൂർവങ്ങളിൽ അപൂർവമായ ഈ കാഴ്ച നീ കണ്ടോ? ഇനി എന്താ ഉള്ളത്? ഇനി എന്തൊക്കെ കാഴ്ചകളാണ് സാക്ഷാൽ ശ്രീകൃഷ്ണൻ രാധാകുണ്ടിൽ കണ്ടത്? അപ്പോൾ ഏകാനാംശ പറഞ്ഞു, കുരുവികൾ. ആ കുരുവികൾ എന്ത് ചെയ്യുന്നു? ആ വെള്ളത്തിനകത്തൂടെ ഇങ്ങനെ നിരങ്ങി നീങ്ങുന്നു. അത് കാണുമ്പോൾ രാധേ, നിന്റെ ചലിക്കുന്ന കണ്ണുകളാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ആ ചലിക്കുന്ന കണ്ണുകൾ എന്നെ തിരക്കുകയാണെന്ന് എനിക്ക് ഓർമ്മ വരും. എന്നെ കാണാൻ വേണ്ടി 4 പാടും പരതി നോക്കുന്ന നിന്റെ ചലിക്കുന്ന നീല കണ്ണുകളാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഈ രാധാകുണ്ടിനകത്ത് അരയന്നം
മൂളി മൂളി മൂളിപ്പാട്ട് പാടി ഇങ്ങനെ തെന്നി നീങ്ങുന്നത് കാണുമ്പോൾ രാധേ നിന്റെ കണങ്കാലിലെ കൊലുസുകൾ ഓർമ്മ വരുന്നു. ഓടിവാരാധേ ഓടിവാരാധേ, ആ കണങ്കാലുകൾ എടുത്ത് ഞാൻ എൻ്റെ മടിയിൽ വെക്കട്ടെ, ആ കൊലുസുകളെ ഞാൻ ചുംബിച്ചുണർത്തട്ടെ, ആ കൊലുസുകൾ ഉറങ്ങുന്ന ആ കണങ്കാലുകൾ ഞാൻ എൻ്റെ ചുണ്ടുകൾ കൊണ്ട് മൃദുവായി ആ മുത്തം വയ്ക്കട്ടെ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കൃഷ്ണൻ ഇങ്ങനെ ആകപ്പാടെ അസ്വസ്ഥനായി വരികയാണ്, വല്ലാതെ അസ്വസ്ഥനായി വരികയാണ്. അവിടെ മറ്റൊരു കാഴ്ച ഞാൻ കണ്ടു. ശ്യാമകുണ്ഡത്തിലെ ഓളങ്ങളെ തടയുന്നതിന്, അതായത് ശ്യാമകുണ്ഡത്തിലെ ഓളങ്ങളുണ്ടല്ലോ വിശാഖെ, രാധാകുണ്ടിലേക്ക് വരികയാണ്. ആ രാധാകുണ്ടിലേക്ക് വരുന്ന ഓളങ്ങളെ ഒരു പറ്റം താമരപ്പൂക്കൾ വന്ന് തടയുന്നു. അങ്ങനെ രാധാകുണ്ടിലേക്ക് വരുന്നതിനെ ഒരു പറ്റം താമരപ്പൂക്കൾ വന്ന് തടയുന്നു. അത് കാണുമ്പോൾ, അതായത് ശ്യാമകുണ്ടിലെ ഓളങ്ങൾ രാധാകുണ്ടിലേക്ക് വരുമ്പോൾ രാധാകുണ്ടിലെ താമരപ്പൂക്കൾ തടയുന്നു. അത് കാണുമ്പോൾ രാധേ, ഞാൻ നിന്നെ ആലിംഗനം ചെയ്യാൻ വരുമ്പോൾ, ഞാൻ നിന്നെ കെട്ടിപ്പിടിക്കാൻ വരുമ്പോൾ നീ നിന്റെ രണ്ട് കൈകളും കൊണ്ട് എന്നെ തടയുന്നതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ആ രംഗമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അപ്പോൾ വിശാഖ പറഞ്ഞു, ഇത് എന്തൊരത്ഭുതം! അതെ, കൃഷ്ണൻ ഇങ്ങനെ വിലപിക്കുമെന്ന് എനിക്ക് പോലും ചിന്തിക്കാൻ പറ്റുന്നില്ല. ശ്യാമകുണ്ടിന്റെ ഓളങ്ങൾ രാധാകുണ്ടിൽ വരുന്നതിനെ തടയുന്ന താമര, ആ താമര കാണുമ്പോൾ കൃഷ്ണൻ കെട്ടിപ്പിടിക്കാൻ ചെല്ലുമ്പോൾ ചില സമയത്ത് ദേഷ്യം കൊണ്ട് രണ്ട് കൈകൾ കൊണ്ട് മാറി തടഞ്ഞു കളയും. നമ്മുടെ രാധാറാണി തടഞ്ഞു കളയും. അങ്ങനെ തടഞ്ഞു കളയുന്ന ആ രാധയെ ഓർമ്മ വരുന്നു. വരൂ രാധേ, ഞാൻ നിന്നെ ആലിംഗനം ചെയ്യുമ്പോൾ അങ്ങനെ ഒന്ന് തടയാനെങ്കിലും നീ വരൂ, ഒന്ന് വരൂ രാധേ, ഞാൻ ആലിംഗനം ചെയ്യുമ്പോൾ എന്നെ നീ തള്ളി മാറ്റൂ രാധേ എന്ന് പറഞ്ഞ് കൃഷ്ണൻ വല്ലാതെ വിലപിക്കുകയാണ് വിശാഖേ. അതുമാത്രവുമല്ല വിശാഖേ, കൃഷ്ണൻ നോക്കിയപ്പോൾ കാണാം ശ്യാമകുണ്ടിൽ വിരിഞ്ഞു നിൽക്കുന്ന താമര. ആ താമരയിലെ തേൻ കുടിക്കുന്നതിന് വേണ്ടി വണ്ടുകൾ ഇങ്ങനെ പറന്നു വരുന്നു. ആ വണ്ടുകൾ വന്നിട്ട് തേൻ കുടിക്കാനായിട്ട് അങ്ങോട്ട് പോവുകയാണ്. പോകുന്ന അവസരത്തിൽ ശക്തമായ കാറ്റ് അതിനെ തടയുന്നു. ആ കാഴ്ച കണ്ടപ്പോൾ കൃഷ്ണൻ പറയുകയാണ്, എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയാമോ രാധേ, നീ കോപിഷ്ഠയായിരിക്കുമ്പോൾ നിന്റെ കോപം മാറ്റാൻ വേണ്ടി ഞാൻ നിനക്ക് ഉമ്മ തരാൻ വരും, ഞാൻ നിനക്ക് ചുംബനം തരാൻ വരും. അപ്പോൾ നീ നിന്റെ കോപം പുരണ്ട കണ്ണുകൾ കൊണ്ട് എന്നെ നോക്കുന്നതും ചീറിക്കൊണ്ട് എൻ്റെ അടുക്കലേക്ക് വരുന്നതുമാണ് തോന്നുന്നത്. വരൂ രാധേ, വരൂ രാധേ, ഞാൻ നിനക്ക് ചുംബനം തരാൻ വരുമ്പോൾ നീ അതുപോലെ ഒന്ന് കോപിഷ്ഠയാകൂ, നീ അതുപോലെ ചീറിക്കൊണ്ട് ദേഷ്യത്തോടു കൂടി എൻ്റെ അടുക്കലേക്ക് വരൂ. നോക്കൂ, ശ്യാമകുണ്ടിലെയും രാധാകുണ്ടിലെയും പൂക്കൾ കാറ്റിലിങ്ങനെ ആടി ഉലയുമ്പോൾ ഗോവർദ്ധന പർവ്വതം എൻ്റെ മനസ്സിൽ ആ രാധയെക്കുറിച്ചുള്ള സ്നേഹം ഉയർത്താൻ വേണ്ടി മയിലിൻ്റെ രൂപം പ്രാപിച്ചു വന്നത് എനിക്ക് ഓർമ്മ വരുന്നു. രാധേ, നിനക്ക് മയില് പ്രിയപ്പെട്ടതല്ലേ? എത്ര നേരമായി ഞാൻ വിളിക്കുന്നു, എത്ര നേരമായി ഞാൻ വിളിക്കുന്നു. വരൂ രാധേ, വരൂ രാധേ, വരൂ രാധേ. വിശാഖയ്ക്ക് ഇതൊന്നും കേട്ടിട്ട് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. ഞാൻ എത്രയോ നാൾ രാധാജിയുടെ കൂടെ നടന്നു, എന്നിട്ടും ഞാൻ കാണാത്ത അത്രമേൽ രഹസ്യമായ ലീലകൾ ഏകാനാംശയെ നീ കണ്ടുവല്ലോ. ഏകാനാംശ പറഞ്ഞു, ഞാൻ കണ്ടു. കൃഷ്ണൻ രാധാകുണ്ടിൽ കണ്ട കാഴ്ചകൾ, അതിനെ ഓർത്ത് വിലപിക്കുന്നത് ഞാൻ കണ്ടു. എന്നിട്ട് ഒരു കാര്യവും കൂടെ രാധാജി പറയുന്നു. ഇവിടെ ഈ കൃഷ്ണനെ രാധാറാണിയെ സംബന്ധിച്ചിടത്തോളം വിശേഷ ദിവസങ്ങളിൽ രാധാറാണി കുളിക്കുന്നത് സുബല നന്ദന കുഞ്ചത്തിലാണ്. സുബല നന്ദന കുഞ്ചത്തിലാണ് ഉള്ള ജലത്തിലാണ് കുളിക്കുന്നത്. കാരണം അതിലെ ജലം കൃഷ്ണന്റെ പാദത്തിലെ ജലവുമായി, കൃഷ്ണന്റെ പാദത്തിൽ നിന്ന് വരുന്ന തേനുകളുമായി ഇടകലരുന്നു. അതുകൊണ്ട് അവിടെയാണ് വിശേഷ ദിവസങ്ങളിൽ രാധാറാണി കുളിക്കുന്നത്. ശ്രീകൃഷ്ണ
കൃഷ്ണൻ അവിടെ ചെന്നു. അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യുന്നു? സുബല നന്ദത കുഞ്ചത്തിലെ ആ ജലം കൈകൾ കൊണ്ട് കോരിയെടുത്തിട്ട് പറയുന്നു, നീ ഇവിടല്ലേ വന്ന് കുളിക്കൂ, കാരണം എൻ്റെ പാദത്തിലെ തേൻ ഇവിടല്ലേ വരുന്നതെന്ന് പറഞ്ഞ് വിലപിക്കുന്നു. അതോടൊപ്പം തന്നെ കൃഷ്ണൻ പറയുന്നു, മധുമംഗല കുഞ്ചം, രാധാകുണ്ടിൻ്റെ വടക്കുള്ള മധുമംഗല കുഞ്ചത്തിൽ ചെല്ലുന്നു. ചെന്നിട്ട് പറയുന്നു, ഈ മധുമംഗല കുഞ്ചത്തിൻ്റെ കാവൽ ലളിതേ നീയല്ലേ, ലളിതേ നീയല്ലേ, ഓടിച്ചെല്ലൂ, ഓടിച്ചെല്ലൂ, രാധയോട് വരാൻ പറയൂ. എന്നിട്ട് വിശാഖേ, നീ കാവൽ നിൽക്കുന്ന ഉജ്ജ്വല നന്ദ കുഞ്ചത്തിൽ ചെല്ലുന്നു. ഉജ്ജ്വല നന്ദത കുഞ്ചത്തിൽ ചെന്നിട്ട് വിശാഖേ നിന്നോടും പറയുന്നു, രാധേ ഓടി വരൂ, ഓടി വരാൻ എൻ്റെ രാധയോട് പറയൂ. അപ്പൊ വിശാഖ പറഞ്ഞു, ഉജ്ജ്വല നന്ദത കുഞ്ചയുടെ കാവൽക്കാരൻ ഞാൻ തന്നെയാണ് കാവൽക്കാരി. ചില സമയത്ത് എന്നോട് കൃഷ്ണൻ ഇങ്ങനെ വന്ന് പറയാറുണ്ട്. അതെ, അത് മുഴുവനും ഞാൻ കണ്ടു, അത് മുഴുവനും ഞാൻ കണ്ടു, അത് മുഴുവനും ഞാൻ കണ്ടു. അപ്പോൾ പറഞ്ഞു, രാധാകുണ്ടിൽ ഇനി എന്തൊക്കെ കണ്ടു അത് ഞാൻ പറഞ്ഞു തരാം, അത് ഞാൻ പറഞ്ഞു തരാം, അത് ഇനി ഒരു അവസരത്തിൽ ഞാൻ നിനക്ക് നിശ്ചയമായും പറഞ്ഞു തരാം. ഈ സമയം ഞാൻ നിങ്ങളെ മറ്റൊരിടത്തേക്ക് കൊണ്ടുപോവുകയാണ്. കുറേ നാളായി നമ്മൾ അവിടേക്ക് പോയിട്ട്. ദ്രൗപദിയുടെ വിവാഹ സ്ഥലത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. അതെ, ദ്രൗപദിയുടെ സ്വയംവരത്തിൽ പങ്കെടുക്കാൻ അവിടെ ദുര്യോധനനും കൂട്ടരും എത്തിച്ചേർന്നിട്ടുണ്ട്. ദുര്യോധനൻ തൻ്റെ കൂടാരത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ദുര്യോധനൻ അസ്വസ്ഥനാണ്. ദുര്യോധനൻ അങ്ങനെ ചാരി കിടക്കുകയാണ്. ഒരു പറ്റം മല്ലന്മാര് വന്ന് ദുര്യോധനന്റെ ദേഹം ഇങ്ങനെ മസാജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ദുര്യോധനൻ ചിന്തിക്കുകയാണ് തൻ്റെ വിധിയെക്കുറിച്ച്. ജന്മനാ തന്നെ തൻ്റെ പിതാവ് അന്ധനായി പോയി. അതുകൊണ്ട് തന്നെ പിതാവിന് രാജ്യം വരില്ല. കാരണം കുരുവംശമനുസരിച്ച് അന്ധന് രാജ്യം ഭരിക്കാൻ പറ്റില്ല. അപ്പോഴാണ് പാണ്ഡു വന്നത്. ആ പാണ്ഡു വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മയാകട്ടെ കണ്ണും മൂടിക്കെട്ടി. അച്ഛനും അന്ധൻ, അമ്മയും അന്ധ. സത്യത്തിൽ എൻ്റെ ജീവിതം കുഞ്ഞുനാൾ തൊട്ടേ ഒരു നരകത്തിലായിരുന്നു. ഞാൻ രാജാവാകാൻ കൊതിച്ചു. പക്ഷേ ഭീഷ്മ പിതാമഹൻ അതിഷ്ടമല്ല. എൻ്റെ അമ്മയും ഭീഷ്മരും കൂടെ ചേർന്ന് തന്നെയാണ് പാണ്ഡവരെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. പക്ഷേ അവർക്ക് എങ്ങനെ രാജ്യാവകാശം കിട്ടും? അവർ പാണ്ഡുവിൻ്റെ മക്കളല്ലല്ലോ. ദുര്യോധനൻ തന്നോട് തന്നെ സ്വയം ചോദിക്കുകയാണ്, എൻ്റെ ചോദ്യം ന്യായമല്ലേ? പാണ്ഡുവിൻ്റെ മക്കൾക്കല്ലേ രാജ്യാവകാശം കൊടുക്കേണ്ടത്? പക്ഷേ ഈ 5 പേരും പാണ്ഡുവിൻ്റെ മക്കളല്ലല്ലോ. കുന്തിദേവിക്ക് മറ്റുള്ളവരിൽ ഉണ്ടായ പുത്രന്മാരല്ലേ? അപ്പോൾ പിന്നെ അവർക്കെന്തിനാണ് രാജ്യം കൊടുക്കേണ്ടത്? അതാണ് ദുര്യോധനന്റെ ചോദ്യം. ദുര്യോധനൻ തന്നെത്താനെ ചോദിക്കുകയാണ്, എൻ്റെ ചോദ്യം ന്യായമല്ലേ? അതുപോലെ ഭീമസേനൻ, തന്നേക്കാൾ തനിക്ക് ജയിക്കാൻ കഴിയാത്ത തരത്തിൽ ഭീമസേനൻ വളർന്നു കഴിഞ്ഞിരിക്കുന്നു. ഒരിക്കൽ നീന്തൽ മത്സരം നടന്ന അവസരത്തിൽ ഗംഗയിൽ അവനെ മുക്കി ഞാൻ കൊല്ലാൻ ശ്രമിച്ചതാണ്. എന്നിട്ടും അവൻ തിരിച്ചു വന്നു. പാണ്ഡവരെ എങ്ങനെയൊക്കെ ദ്രോഹിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ ഈ ഭീമസേനൻ എല്ലാത്തിനും തടസ്സമാണ്. സമയം കിട്ടുമ്പോഴൊക്കെ ഭീമസേനൻ എന്നെ അപമാനിക്കാറുണ്ട്. പാണ്ഡവരെ കൊല്ലാൻ വേണ്ടി ധാരാളം പണം ചെലവാക്കി ഞാൻ ആളുകളെ ഏർപ്പാട് ചെയ്തതാണ്. പക്ഷേ വിതുരരാണ് അതില്ലാതാക്കിയത്, അവരെ വാരണവാദത്തിലേക്ക് വിട്ടത്. ഒടുവിൽ പുരോചനൻ അരക്കില്ലത്തിന് തീ കൊളുത്തി. അയാളും അതിൽ വെന്തു മരിച്ചുപോയി. എങ്കിലും പുരോചനനാണ് ഒടുവിൽ അത് വിജയിപ്പിച്ചത്. അപ്പോൾ ഞാൻ യുവരാജാവായി. ആ പാണ്ഡവരില്ലാഞ്ഞത് നന്നായി. ദുര്യോധനൻ ഒരു പുഞ്ചിരി വിടർന്നു. ആ പാണ്ഡവരുണ്ടായിരുന്നെങ്കിൽ ഈ മത്സരത്തിൽ അവരും വന്നേനെ, ദ്രൗപദിയെ സ്വന്തമാക്കിയേനെ. പക്ഷേ യുവരാജാവായിട്ടും തനിക്ക് സ്വസ്ഥത കിട്ടിയിട്ടുണ്ടോ? ചിന്തിക്കാൻ തുടങ്ങി. ഇല്ല. കാരണം എന്നെ ആർക്കും വിശ്വാസമില്ല. എന്നെ എൻ്റെ മാതാപിതാക്കൾക്ക് തന്നെ വിശ്വാസമില്ല. ദ്രോണാചാര്യർക്ക് വിശ്വാസമില്ല. ഭീഷ്മർക്ക് വിശ്വാസമില്ല. എന്നു മാത്രവുമല്ല,
ഞാൻ ആദ്യമായി പിടിച്ചെടുത്ത പുഷ്കര തീർത്ഥം ചേകിതന് വിട്ടുകൊടുത്തുകൊണ്ട് ദ്രോണാചാര്യർ എന്നെ മനഃപൂർവ്വം അപമാനിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഞാൻ വിഷമിച്ചിരിക്കുമ്പോഴാണ് വീണ് കിട്ടിയ വരം പോലെ ദ്രുപദന്റെ ക്ഷണം വരുന്നത്. ദ്രൗപദിയെ വിവാഹം കഴിക്കാനായിട്ട്. നിശ്ചയമായും ഇതെനിക്കൊരു മഹാഭാഗ്യമാണ്. ദ്രൗപദി ഞാൻ ഇന്നുവരെ കണ്ടിട്ടുള്ള സാധാരണ പെണ്ണല്ല. അവൾ അസാധാരണയായ സ്ത്രീയാണ്. അവൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ എൻ്റെ ജീവിതം മാറി മറിയും. ദ്രുപദൻ ശക്തനാണ്. ഭീഷ്മരുടെയും ദ്രോണരുടെയും പിടിയിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ പറ്റും. ഇന്ന് അവരെല്ലാവരും കൂടെ എന്നെ നിയന്ത്രിച്ചു നിർത്തിയിരിക്കുകയാണ്. എനിക്ക് കിട്ടും ദ്രൗപദിയെ. കാരണം എൻ്റെ ഭാര്യ ഭാനുമതി, അവളെ കൃഷ്ണൻ സഹോദരിയായി കാണുന്നു. അതുകൊണ്ട് തന്നെ ഭാനുമതി അവളെ ഞാൻ പറഞ്ഞു വിട്ടിരിക്കുകയാണ്. കൃഷ്ണൻ ചെന്ന് ദ്രൗപദിയോട് പറഞ്ഞാൽ കേൾക്കാതിരിക്കില്ല. നിശ്ചയമായും എനിക്ക് ദ്രൗപദിയെ കിട്ടും. അപ്പോൾ എന്ന് മാത്രവുമല്ല, എൻ്റെ ഭാനുമതി രാധാഭക്തയല്ലേ, അതുകൊണ്ട് എനിക്ക് രാധയുടെ അനുഗ്രഹവും കിട്ടും. ഇതാണ് ദുര്യോധനന്റെ ചിന്തകള്. പെട്ടെന്ന് ദുര്യോധനൻ ഭാനുവിനെ ഓർത്തു. പാവമാണവള്. ഞാൻ പറഞ്ഞപ്പോൾ അല്പം വിഷമിച്ചിട്ടാണെങ്കിലും അവള് പോയി. പക്ഷേ ദ്രൗപദിയെ കിട്ടിയാലും ഞാൻ അവളെ പൊന്നുപോലെ നോക്കും. അപ്പോൾ വീണ്ടും അസ്വസ്ഥനായി. ഭാനുമതിയുമായി പോയ ശകുനി തിരിച്ചു വന്നില്ലല്ലോ ഇതുവരെ. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ കാണാം ശകുനി വരുന്നു. പകിട 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 12. അപ്പോൾ ദുര്യോധനൻ കൈകൾ കൊണ്ട് തൻ്റെ മല്ലന്മാരോട് അകലെ പോകാൻ ആംഗ്യം കാണിച്ചു. അവര് ഭവ്യതയോടെ ദൂരേക്ക് മാറി നിന്നു. ശകുനി ഒരു പുഞ്ചിരിയോടുകൂടി വന്നിട്ട് പറഞ്ഞു, മകനെ നീ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണല്ലേ? ദുര്യോധനൻ പറഞ്ഞു, തീർച്ചയായിട്ടും. എന്തായി? ഭാനുമതി കൃഷ്ണനോട് പറഞ്ഞോ എൻ്റെ കാര്യം ദ്രൗപദിയോട് പറയണമെന്ന്? അപ്പോൾ ശകുനി പറഞ്ഞു, മകനെ ഞാൻ കൂടുള്ളത് കൊണ്ട് അവൾ കുരുണ്ട് കളിക്കാൻ കഴിയില്ലല്ലോ. അവൾ പറഞ്ഞു മകനെ, അവളെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചു എന്ന് പറയുന്നതാണ് ശരി. ദുര്യോധനൻ പറഞ്ഞു, എനിക്കറിയാം അമ്മ, അവൻ്റെ മിടുക്ക് എനിക്കറിയാം. ശകുനി പുഞ്ചിരിച്ചു. അപ്പോൾ ദുര്യോധനൻ ചോദിച്ചു, ആ കൃഷ്ണൻ എന്താണ് പറഞ്ഞത്? അപ്പോൾ പറഞ്ഞു, നോക്കൂ, ദ്രൗപദിയുടെ അടുക്കലേക്ക് നിന്നെ കൂട്ടിക്കൊണ്ടു പോകാം. പക്ഷേ ദ്രൗപദിയോട് നിർബന്ധിക്കാൻ കൃഷ്ണന് പറ്റില്ല. അപ്പൊ ദുര്യോധനന് ദേഷ്യം വന്നു. ദുര്യോധനൻ പറഞ്ഞു, ആ ഗോക്കള മേയ്ക്കുന്ന ഗോപാല ചെറുക്കൻ വീണ്ടും കുഴപ്പമുണ്ടാക്കിയോ? ശകുനി പറഞ്ഞു, ദുര്യോധന, നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞു അവന് ഗോക്കള മേയ്ക്കുന്ന ഗോപാലൻ എന്ന് വിളിക്കരുതെന്ന്. അവൻ ഇന്ന് ആര്യാവർത്തത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നവനാണ്. നോക്കൂ, നീ ഭരത രാജവംശത്തിലെ രാജാവാണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം ദുര്യോധന? നിന്നെ കണ്ടാൽ ആരാണ് ബഹുമാനിക്കുന്നത്? അവൻ വന്നു കഴിയുമ്പോൾ സകല ജനങ്ങളും അവനിലേക്ക് ഒഴുകുയെത്തുകയാണ്. ഇന്ന് അവൻ്റെ വാക്കുകൾക്ക് വിലയുണ്ട്. നീ അങ്ങനെ വിളിക്കരുത്. ദുര്യോധനൻ പറഞ്ഞു, പിന്നെ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഗോക്കള മേയ്ക്കുന്നവനെ പിന്നെ എന്താ വിളിക്കേണ്ടത്? ഗോക്കള മേയ്ക്കുന്നവൻ ഗോപാലൻ തന്നെയാണ്. അപ്പോൾ പറഞ്ഞു, ഇനി അങ്ങനെ പറയരുത്. ശരി, ഞാൻ പറയുന്നില്ല, ബാക്കി കാര്യങ്ങൾ പറയൂ. അപ്പോൾ പറഞ്ഞു, നോക്കൂ, ഇവിടെ വലിയൊരു പ്രശ്നമുണ്ട്. കൃഷ്ണൻ അത് പറഞ്ഞു, നിനക്ക് ദ്രൗപദിയെ വിവാഹം കഴിക്കണമെന്നുണ്ടെങ്കിൽ ദ്രൗപദി വിവാഹം കഴിഞ്ഞ് വന്നു ചേരേണ്ടത് ഹസ്തിനപുരത്തിലേക്കാണ്. ഹസ്തിനപുരത്തിലെ ദ്രോണരോടുള്ള ദ്രൗപദിയുടെ ശത്രുത നിനക്കറിയാമല്ലോ. അതുകൊണ്ട് ദ്രൗപദി ഒരു ഡിമാൻഡ് മുന്നിലേക്ക് വയ്ക്കും. അപ്പോൾ പറഞ്ഞു, എന്താണ്? അത് ദ്രൗപദി വരുമ്പോൾ സാക്ഷാൽ ദ്രോണാചാര്യര് വന്ന് സ്വീകരിക്കണം. അങ്ങനെ ഒരു കാര്യം പറഞ്ഞാലോ എന്ന് കൃഷ്ണൻ എന്നോട് ചോദിച്ചു. ഈ ഗോപാലനെ കൊണ്ട്. അപ്പൊ ശബരി പറഞ്ഞു,
മകനെ, നീ വീണ്ടും ആ വാക്ക് ആവർത്തിക്കുന്നു. അവൻ ഗോപാലനല്ല, അവനിപ്പോൾ ശക്തിമാനാണ്. അപ്പോൾ പറഞ്ഞു, അങ്ങനെ എങ്കിൽ അങ്ങനെ ഇയാളെ കൊണ്ട് വലിയ കുഴപ്പമായി മാറിയല്ലോ. ദ്രോണാചാര്യർ വന്ന് പാഞ്ചാലിയെ ദ്രൗപദിയെ സ്വീകരിക്കാതിരിക്കാൻ പറ്റുമോ? ഞാൻ കല്യാണം കഴിച്ചുകൊണ്ട് വരുമ്പോൾ ദ്രോണര് വരണ്ടേ? വന്നല്ലേ പറ്റത്തുള്ളു. അപ്പോൾ ശകുനി പറഞ്ഞു, മകനെ ദുര്യോധന, നിനക്ക് കാര്യങ്ങളുടെ കിടപ്പൊന്നും അറിയില്ല. നീ ഒന്ന് മനസ്സിലാക്കുക, ദ്രൗപദി അതീവ ബുദ്ധിമതിയാണ്. അതിനേക്കാൾ ബുദ്ധിമാനാണ് കൃഷ്ണൻ. കൃഷ്ണന്റെ ചോദ്യം ഇതാണ്, ദ്രൗപദി ഹസ്തിനപുരത്തിലേക്ക് വരുന്നു എന്നറിഞ്ഞാൽ പിന്നെ ദ്രോണർ ഒരു നിമിഷം അവിടെ നിൽക്കില്ല, അവിടം വിട്ടുപോകും. അപ്പോൾ പറഞ്ഞു, അങ്ങനെ പോകില്ല, അത് ഞാൻ ഉറപ്പ് കൊടുക്കാം. മകനെ, നിന്റെ ഉറപ്പിനെ ആര് വിശ്വസിക്കും? നിന്നെ കുറിച്ച് ആർക്കും ഒരു വിശ്വാസമില്ലല്ലോ. അപ്പോൾ ദുര്യോധനൻ വല്ലാതെ കണ്ട് അസ്വസ്ഥനായി മാറി. ദുര്യോധനൻ പറഞ്ഞു, പിന്നെന്താ വേണ്ടത്? കൃഷ്ണൻ പറഞ്ഞു, അശ്വത്ഥാമാവ് ഉറപ്പ് കൊടുക്കണം. അശ്വത്ഥാമാവ് ശപഥം ചെയ്യണം, തൻ്റെ ജീവൻ പോയാലും തൻ്റെ പ്രാണൻ പോയാലും ദ്രൗപദിയെ ദുര്യോധനൻ വിവാഹം കഴിച്ചാൽ ദ്രോണര് ഹസ്തിനപുരം വിട്ടുപോകാൻ സമ്മതിക്കില്ല എന്ന് അശ്വത്ഥാമാവ് ശപഥം ചെയ്യണം. കാരണം ദ്രോണരെ അനുസരിപ്പിക്കാൻ അശ്വത്ഥാമാവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ പറഞ്ഞു, ഞാൻ അശ്വത്ഥാമാവിനോട് ആ കാര്യങ്ങൾ പറയാം. അവിടം കൊണ്ടും തീർന്നില്ല മകനെ പ്രശ്നം. അപ്പൊ ദുര്യോധനൻ പറഞ്ഞു, ഇനി എന്താണൊരു പ്രശ്നം? അപ്പോൾ പറഞ്ഞു, അത് മറ്റൊന്നുമല്ല, ദ്രുപദനും നാളെ ദ്രോണനും തമ്മിൽ ഏറ്റുമുട്ടിയാൽ നീ ആരുടെ പക്ഷത്ത് നിൽക്കും? ദ്രൗപദി നിന്നെ വിവാഹം കഴിക്കുന്നു. ദ്രോണനും ദ്രുപദനും തമ്മിൽ കടുത്ത പകയാണ്. അപ്പൊ ദ്രുപദൻ ദ്രോണരുമായി ഏറ്റുമുട്ടിയാൽ നീ ദ്രോണന്റെ പക്ഷത്ത് നിൽക്കില്ലേ? അതാണ് കൃഷ്ണൻ പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു, കൃഷ്ണൻ പറഞ്ഞത് നോക്കൂ, ദ്രുപദനും ദ്രോണരുമായി ഏറ്റുമുട്ടിയാൽ നിശ്ചയം ഞാൻ ദ്രുപദന്റെ പക്ഷത്ത് തന്നെ നിൽക്കും, ദ്രോണരുടെ പക്ഷത്ത് ഞാൻ നിൽക്കില്ല. ദ്രോണരും ഭീഷ്മരും ഒന്നും എനിക്കൊരു പ്രശ്നമല്ല. എനിക്ക് ദ്രൗപദി മതി. മിടുക്കനാണ് മകനെ, നീ മിടുക്കനാണ്. ഈ ഒരു ഉറപ്പ് ഞാൻ വാസുദേവന്റെ അടുക്കൽ എത്തിക്കാം എന്ന് പറഞ്ഞു ശകുനി ചിരിച്ചും കൊണ്ട് അവിടെ നിന്നിറങ്ങി. ഈ സമയത്ത് അവിടേക്ക് മറ്റൊരാൾ എത്തിക്കഴിഞ്ഞിരുന്നു, ജരാസന്ധനും കൂട്ടരും. ജരാസന്ധൻ തൻ്റെ കൊച്ചുമകൻ മേഘസന്ധിക്ക് വേണ്ടി ദ്രൗപദിയെ കൊണ്ടുപോകാനാണ് വന്നിരിക്കുന്നത്. ജരാസന്ധനും കൂട്ടരും എത്തി. അവിടെ വലിയ ഒരു കൂടാരമടിച്ചു, അതിനകത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ജരാസന്ധന്റെ വലതുവശത്തായിട്ട് ജരാസന്ധന്റെ മകൻ സഹദേവൻ ഇരിപ്പുണ്ട്. അപ്പൊ സഹദേവൻ ജരാസന്ധനോട് ചോദിച്ചു, അല്ല, ഈ പറയുന്ന വിവാഹം എന്നാണ് നടക്കുന്നത്? അപ്പോൾ ജരാസന്ധൻ പറഞ്ഞു, നീ ധൃതി കൂട്ടാതെ നീ ഒരു കാര്യം ചെയ്യൂ സഹദേവ, നീ ചെന്ന് ദ്രുപദനോട് പറയൂ, ജരാസന്ധൻ ഇവിടെ വന്നിരിക്കുന്നു, മേഘസന്ധിയും അതോടൊപ്പം ദ്രൗപദിയും തമ്മിൽ വിവാഹം കഴിച്ചാൽ അതിനുശേഷം എന്ത് ചെയ്യണമെന്ന് ചർച്ച ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ദ്രുപദൻ ഇങ്ങോട്ടേക്ക് വരാൻ പറയൂ. അപ്പോൾ സഹദേവൻ പറഞ്ഞു, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, മേഘസന്ധിക്ക് ദ്രൗപദിയെ കൊടുക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു എങ്കിൽ എന്തിനാണ് ഇവിടെ സ്വയംവരം വെച്ചിരിക്കുന്നത്? അപ്പോൾ ജരാസന്ധന്റെ നെറ്റികൾ ചുളിഞ്ഞു. ഈ സ്വയംവരം എന്ന് പറയുന്നത് ഒരു മോശപ്പെട്ട ഏർപ്പാടാണ്. അപ്പോൾ സഹദേവൻ പറഞ്ഞു, മേഘസന്ധ്യ വിവാഹം കഴിക്കുമെന്ന് നമ്മൾ കരുതുകയും അവൾ വരണമാല്യവുമായി വന്ന് മറ്റൊരാളുടെ കഴുത്തിലേക്ക് മാലയിടുകയും ചെയ്താൽ ജരാസന്ധൻ അലറി വിളിച്ചുകൊണ്ട് എഴുന്നേറ്റു, എങ്കിൽ ഞാൻ അത് സഹിക്കില്ല, ഈ ദ്രുപദ രാജ്യം ഞാൻ നശിപ്പിച്ചിരിക്കും.
അപ്പോൾ സഹദേവൻ പറഞ്ഞു, പിതാവേ, എനിക്ക് അങ്ങയോടൊരു രഹസ്യം പറയാനുണ്ട്. അപ്പോൾ ചോദിച്ചു, എന്താണ് ആ രഹസ്യം? ഞാൻ പറഞ്ഞു തരാം. യജ്ഞശാലയിൽ നിന്നും സ്വയംവര പന്തലിലേക്ക് ദ്രൗപദി പോകുന്നത് കാവൽക്കാരില്ലാതെയാണ്. അവിടെ പുരോഹിതന്മാര് മാത്രമേ കാണൂ. ആ സമയം നമുക്ക് ദ്രൗപദിയെ തട്ടിക്കൊണ്ടുപോകാം. ജരാസന്ധൻ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചിട്ട് പറഞ്ഞു, സഹദേവ, നീ പറഞ്ഞത് ശരിയാണ്. അങ്ങനെയാണെങ്കിൽ നീയും നമ്മുടെ കൂട്ടത്തിലെ പ്രബലരായ 3 പേരെയും കൂടെ കൂട്ടിക്കൊള്ളൂ. അവർ വരുന്ന സമയത്ത് ആ ഘോഷയാത്ര തടഞ്ഞു നിർത്തി നീ ദ്രൗപദിയെ അപഹരിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലേക്ക് പുറപ്പെട്ടുകൊള്ളൂ. നോക്കൂ, എന്തെങ്കിലും ഒരു തടസ്സം വന്നാൽ നീ ശംഖു വിളിച്ചാൽ മതി. നമ്മുടെ ശംഖുവിളി കേൾക്കുമ്പോൾ ഞാനും എൻ്റെ സൈന്യവും അവിടേക്ക് എത്തിയിരിക്കും. സ്വയംവരം വരെ നമ്മൾ കാത്തിരിക്കണ്ട. ഈ സ്വയംവരത്തിൽ അരുതാത്തതെന്തൊക്കെയോ സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ മേഘസന്ധിയുമൊത്ത് ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ദ്രൗപദി വന്ന് മറ്റൊരു പുരുഷന്റെ കഴുത്തിൽ മാലയിട്ട് കഴിഞ്ഞാൽ അതെനിക്ക് അപമാനമാണ്. നമ്മൾ അവിടം വരെ കാത്തിരിക്കണ്ട. അപ്പോൾ സഹദേവ, ദ്രൗപദിയെ തട്ടിക്കൊണ്ടുപോകാൻ നമ്മൾ തീരുമാനിക്കുന്നു. ആ ചുമതല ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. നീ പൊയ്ക്കൊള്ളൂ. എന്തെങ്കിലും ഒരു കുഴപ്പം വന്നാൽ നീ ശംഖു വിളിക്കുക. അപ്പോൾ സഹദേവൻ പറഞ്ഞു, അങ്ങയുടെ ആജ്ഞ പോലെ. ഈ സമയത്ത് കൃഷ്ണനും ബലരാമനും തങ്ങളുടെ കൂടാരത്തിന് മാറി അല്പം അകലെ മാറി ഇരിക്കുകയാണ്. ആ സമയത്ത് ഒരു ദൂതൻ വന്ന് കൃഷ്ണനെ താണുവണങ്ങി, ബലരാമനെയും താണുവണങ്ങി. എന്നിട്ട് പറഞ്ഞു, ഞാൻ രാധാറാണിയുടെ ദൂതനാണ്. അങ്ങേക്കായിട്ടൊരു സന്ദേശവുമായിട്ടാണ് ഞാൻ വന്നത്. കൃഷ്ണൻ ആ സന്ദേശം വാങ്ങിച്ചിട്ട് പറഞ്ഞു, നിനക്ക് പോകാം. അപ്പോൾ ഒന്നുകൂടി കൃഷ്ണനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് കൃഷ്ണൻ പറഞ്ഞു, നീ പൊയ്ക്കൊള്ളൂ എന്ന് പറഞ്ഞ് തൻ്റെ കഴുത്തിൽ കിടന്ന ഒരു മാല ഊരി ആ ദൂതന് കൊടുത്തു. ദൂതൻ അതുമായി നടന്നുപോയി. കൃഷ്ണൻ പുഞ്ചിരിച്ചുകൊണ്ട് അത് വായിച്ചു. കൃഷ്ണൻ പറഞ്ഞു, ജ്യേഷ്ഠ. കൃഷ്ണന്റെ മുഖം മാറി വന്നു. കൃഷ്ണന്റെ മുഖത്തെ പുഞ്ചിരി മാഞ്ഞു വന്നു. അപ്പോൾ ബലരാമൻ ചോദിച്ചു, എന്താണ് ജ്യേഷ്ഠ? രാധയുടെ ചാരൻ കൊണ്ടുവന്നത് മറ്റൊന്നുമല്ല, പ്രധാനപ്പെട്ട ഒരു വിവരമാണ്. അപ്പോൾ പറഞ്ഞു, എന്താണ്? ജരാസന്ധൻ ദ്രൗപദിയെ തട്ടിക്കൊണ്ടുപോകാൻ പദ്ധതിയിട്ടിരിക്കുന്നു. അപ്പോൾ ബലരാമൻ ജ്യേഷ്ഠൻ ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, കൃഷ്ണ, അന്ന് ഞാൻ ജരാസന്ധനെ കൊല്ലാൻ പോയതാണ്. നീയാണ് തടഞ്ഞത്. അവനെ ഞാൻ വെറുതെ വിടില്ല. പക്ഷേ അതിനുമപ്പുറം ഞാൻ ചിന്തിക്കുന്നത് അതല്ല. യാദവ വംശത്തേക്കാൾ കൃഷ്ണ, യാദവ വംശത്തിന്റെ ചാരന്മാരെക്കാൾ ബർസാന എന്ന കൊച്ചു പ്രദേശത്തെ രാധയുടെ ചാരന്മാർ ഇത്രയും മിടുക്കരായി മാറുന്നത് എങ്ങനെ കൃഷ്ണ? എങ്ങനെ യാദവരെക്കാൾ മിടുക്കരാകുന്നു? ദ്വാരകയിലെ ചാരന്മാരെക്കാൾ മിടുക്കരാകുന്നു? അപ്പൊ കൃഷ്ണൻ ഒന്ന് പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, ബലരാമൻ ജ്യേഷ്ഠ, ഇപ്പോൾ വന്നത് രാധയുടെ ചാരനല്ല. എന്ത്? രാധയുടെ ചാരനല്ലേ? ബലരാമന്റെ വാൾപിടിയിൽ അമർന്നു. അവൻ അധിക ദൂരം പോയിട്ടില്ല. നീ അവൻ എന്തിനു സമ്മാനം കൊടുത്തു? അത് രാധയുടെ ചാരനല്ലെങ്കിൽ പിന്നെ ആരാണ് കൃഷ്ണ? അത് രാധയുടെ ചാരനല്ലെങ്കിൽ പിന്നെ ആരാണ് കൃഷ്ണ? പറയൂ. അവന്റെ ശിരസ് നിലത്ത് കിടന്നുരുളും. കൃഷ്ണൻ പക്ഷേ പുഞ്ചിരിക്കുകയാണ്. കൃഷ്ണൻ പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, ജ്യേഷ്ഠ, ആ വന്ന ചാരന്റെ ശിരസ് നിലത്ത് വീണുരുളാൻ അത് ജ്യേഷ്ഠന് കഴിയില്ല ജ്യേഷ്ഠ. അപ്പൊ ബലരാമൻ ജ്യേഷ്ഠൻ പറഞ്ഞു, എന്ത് കൃഷ്ണ? ഞാൻ ബലരാമനാണ്. ഒരു ദൂതനെ എതിരിടാൻ എനിക്ക് കഴിയില്ലെന്നോ കൃഷ്ണ? നീ ആദ്യം പറയൂ, ഇത് രാധയുടെ ദൂതനല്ലെങ്കിൽ ആരാണ്? കൃഷ്ണൻ പറഞ്ഞു, ഞാൻ പറയാം, ഇത് രാധയുടെ ദൂതനല്ല. പിന്നെ അതേ കൃഷ്ണൻ ആ രഹസ്യം പറയുകയാണ്. പിന്നെ ആരാണ് ആ ദൂതൻ? ആ
ആരാണ് ആ ദൂതൻ? ഇനിയും രാധാകുണ്ടിന്റെ കഥകൾ, ഇനിയും രാധാകുണ്ടിന്റെ കഥകൾ. ഏകാനാംശ എന്തൊക്കെയാണ് രാധാകുണ്ടിൽ കണ്ടത്? ഏകാനാംശ എന്തൊക്കെയാണ് രാധാകുണ്ടിൽ ഇനി കണ്ടത്? രാധാകുണ്ടിനെ കുറിച്ചുള്ള പുതിയ പുതിയ അറിവുകൾ. അതോടൊപ്പം തന്നെ ഇത് രാധയുടെ ചാരനല്ലെങ്കിൽ ആര്? ആര്? ഈ ചോദ്യത്തിന് ഉത്തരവുമായി രാധാറാണി ആയുരാരോഗ്യ സൗഖ്യവും ആയുസ്സും തന്നാൽ ഞാൻ വരും. കാത്തിരിക്കുക. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹ.